മിക്ക ക്രിയേറ്റേഴ്സും യൂട്യൂബിൽ ഫെയിൽ ആവുന്നത് ഒരു നീഷിൽ ജോയിൻ ചെയ്യാൻ ലേറ്റ് ആവുന്നത് കൊണ്ടാണ്. അവർ ആ നീഷിൽ വീഡിയോ ഇടുമ്പോഴത്തേക്കും വലിയ വലിയ ക്രിയേറ്റേഴ്സ് ഓൾറെഡി അവരുടെ വ്യൂസ് എല്ലാം എടുത്തുകൊണ്ട് പോയിരിക്കുകയായിരിക്കും. ബാക്കി നമുക്കോ 5 വ്യൂസോ 10 വ്യൂസൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് സംഭവിക്കുന്നത് നിങ്ങളൊരു എമർജിങ് നീഷിൽ വീഡിയോ ഇടുമ്പോഴായിരിക്കും. അതായത് നല്ല ഡിമാൻഡ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ കോമ്പറ്റീഷനും കുറവായിരിക്കണം. എല്ലാ നീഷും ഈ ഒരു 5 സ്റ്റേജസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഇതിലേത് സ്റ്റേജ് നിൽക്കുമ്പോഴാണ് നിങ്ങൾ വീഡിയോ ഇടുന്നതെന്നുള്ളത് നിങ്ങളുടെ സക്സസിനെ അഫക്റ്റ് ചെയ്യും. ആദ്യത്തെ സ്റ്റേജാണ് ഇന്നോവേഷൻ. അതായത് ആരെങ്കിലും പുതിയൊരു ഫോർമാറ്റോ ടോപ്പിക്കോ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓഡിയൻസിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ഹൈ റിസ്ക് ആണ്, അതേപോലെ ഹൈ റിവാർഡുമാണ്. അടുത്ത സ്റ്റേജാണ് എമർജൻസി. പതിയെ ഓരോ ക്രിയേറ്റേഴ്സും ആ നീഷിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങി. എല്ലാ ക്രിയേറ്റേഴ്സിനും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വ്യൂസ് എല്ലാം കിട്ടുന്നുണ്ടായിരിക്കും. ഈ ഒരു സ്റ്റേജിലും ഡിമാൻഡ് ആയിരിക്കും സപ്ലൈയെക്കാട്ടിയും കൂടുതൽ. ഇവിടെയാണ് നിങ്ങളുടെ ഗോൾഡൻ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അടുത്ത സ്റ്റേജാണ് ഗ്രോത്ത്. ഈ ഒരു നീഷ് കത്തി കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ നീഷിൻ്റെ ഓഡിയൻസ് ബേസും വളരെയധികം വലുതായി, അതേപോലെ കോമ്പറ്റീഷനും വളർന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ഈ നീഷിൽ വളരാം, പക്ഷേ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ആംഗിൾ വേണം. ഫോർത്ത് സ്റ്റേജാണ് മെച്യൂരിറ്റി. അതായത് പുറമേ നിന്ന് കാണുമ്പോൾ വളരെയധികം ഹെൽത്തി ആയിട്ട് തോന്നുന്നു ഈ നീഷ്, പക്ഷേ വളരെയധികം സാച്ചുറേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ വലിയ വലിയ ചാനൽസ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. ചെറിയ ചാനൽസുകൾക്ക് ഒരു ചാൻസ് പോലും കിട്ടില്ല. ചാനലുകളുടെ വ്യൂസ് അവരുടെ സബ്സ്ക്രൈബർ കൗണ്ടിനെക്കാട്ടിയും വളരെയധികം കുറവായിരിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജാണ് ഡിക്ലൈൻ. ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ ഈ നീഷിൽ പോയി തുടങ്ങിക്കഴിഞ്ഞു. വളരെയധികം യുണീക്കും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരുന്നവർ മാത്രമേ ഈ ഒരു സ്റ്റേജ് സർവൈവ് ചെയ്യത്തുള്ളൂ. ഈ സ്റ്റേജസിൻ്റെ ലൈവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. 2011-12 ടൈമിലാണ് മൈൻക്രാഫ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് വരാൻ തുടങ്ങിയത്. ആ സമയത്ത് ആർക്കും അറിയില്ല ഇതൊക്കെ ആരെങ്കിലും കാണുമോ എന്ന്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എമർജൻസി. ചെറിയ ക്രിയേറ്റേഴ്സ് വരാൻ തുടങ്ങി. ആൻഡ് അവരെല്ലാം നല്ല രീതിയിൽ ഗ്രോ ചെയ്തു, കാരണം കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അതിനുശേഷം ആ ഗെയിം ഒരു കൾച്ചറൽ ഫിനോമിനനായി മാറി. ഇനി മൂന്നാമത്തെ സ്റ്റേജ് 2015-16 ടൈമിൽ ഓഡിയൻസിന് വാച്ച് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ചാനൽസ് വരാൻ തുടങ്ങി. ഇനിയാണ് ലാസ്റ്റ് സ്റ്റേജ്. അതായത് ആൾക്കാർക്ക് ആ സെയിം ഫോർമാറ്റ് മടുക്കാൻ തുടങ്ങി. പക്ഷെ മൈൻക്രാഫ്റ്റ് ഒരിക്കലും മരിക്കില്ല. ആ ഗെയിമിൽ തന്നെ മൈക്രോ നീഷസ് വരാൻ തുടങ്ങി. ഈ ഒരു സ്റ്റേജിൽ സർവൈവ് ചെയ്തിരുന്നത് യുണീക്ക് ഐഡിയാസും ഇന്നോവേഷൻസും കൊണ്ടുവരുന്ന ചാനൽസ് മാത്രമായിരുന്നു. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഒരു എമേർജിങ് നീഷിനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് 2-3 സ്മോൾ ടു മീഡിയം ചാനൽസ് കണ്ടെത്തുക. അതായത് അവരുടെ വ്യൂസ് അവരുടെ സബ്സ്ക്രൈബർ കൗണ്ടിനെക്കാട്ടിയും വളരെയധികം കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ ഒന്നിക്കൂടുതൽ ക്രിയേറ്റേഴ്സ് വൈറലാവുകയും ചെയ്യുന്നുണ്ടായിരിക്കും ആ നീഷിൽ. അങ്ങനെ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കണ്ടന്റ് ഫോർമാറ്റ് ഈസിലി വേറെ ടോപ്പിക്സുമായിട്ടും ചെറിയ വേരിയേഷൻസോടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വലിയ ക്രിയേറ്റേഴ്സൊക്കെ അണ്ടർ പെർഫോം ചെയ്യുന്ന നീഷ് സെലക്ട് ചെയ്യാതിരിക്കുക. ഇതിൽ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ എമർജൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് പുതിയൊരു ഗെയിം ആയിക്കോട്ടെ, ഓൾറെഡി ഉള്ള ഒരു ഗെയിമിൽ തന്നെ ഒരു പുതിയൊരു ട്രെൻഡ് ആയിക്കോട്ടെ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ട്രെൻഡ് പിടിക്കാൻ ശ്രമിക്കുന്നു അത്രയും വേഗത്തിൽ നിങ്ങൾ വളരും. ഞാൻ ഗെയിമിംഗ് റിലേറ്റഡ് എക്സാമ്പിൾസ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ്സ് ഏതൊരു നീഷിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.